ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിന് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലത്തെ കുട്ടികളെ ആ ഒരു ടിഫിൻ റെഡിയാക്കലും ആ ഒരു തിരക്കൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അവരെ കൊണ്ടാക്കാൻ പോകുന്ന കേട്ടോ. പോയി വരുന്ന സമയത്ത് ഞാൻ ഇതിന് മുന്നേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ പറയുന്നത്. തിരിച്ചു വരുമ്പം ഉമുൽ സനീം പാർക്ക്, നമ്മൾ AC പാർക്ക് എന്ന് വിളിക്കുന്ന, അപ്പോൾ ആ ഒരു പാർക്കിൽ ഇറങ്ങി കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ നടക്കുകയൊക്കെ ചെയ്തിട്ടാണ് തിരിച്ച് വരൽ. ഇത് കേൾക്കുമ്പം ഡെയിലി പോയിട്ട് നടക്കലുണ്ടെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ചില ദിവസം ഒരു മടിയെല്ലാം വരുത്തുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 3-4 ദിവസം എന്തായാലും നടക്കാൻ ശ്രമിക്കലുണ്ട്. ഇന്നിപ്പം നല്ല തണുപ്പുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ കേട്ടോ. ആയിഷക്ക് എക്സാം +1 എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒക്കെ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെയാണ് എക്സാം ഉള്ളത്. ഇന്ന് രാവിലെ മുതലേ നല്ല ഒരു മഴക്കാറും സൂര്യനിങ്ങനെ ഉദിച്ച് വരുമ്പം തന്നെ ഫുൾ എന്താ പറയുക, അധികം ലൈറ്റൊന്നും ഇല്ലാണ്ട് അങ്ങനെയാണ്. അപ്പോൾ ആകാശം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല. ചെറിയൊരു ചാറ്റൽ മഴ കിട്ടുകയും ചെയ്തിന് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് നേരം. കൊണ്ടാക്കി നമ്മളെ നടത്താലും കഴിഞ്ഞ് വന്ന് ഇനിയിപ്പം കുറച്ച് നേരം ഒന്നിങ്ങനെ ഇരിക്കും, ഫോണെല്ലാം നോക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും കൂടെ പോയി നോക്കുന്ന കേട്ടോ, മഴ പെയ്യുന്നുണ്ടോയെന്ന്. മൊത്തം ഇങ്ങനെ ഇരുടുമൂടി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ 3-4 ദിവസം ഉണ്ടേനു എന്നല്ലാണ്ട് കാര്യമായിട്ട് മഴയൊന്നും ഇല്ലേനു കേട്ടോ. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചേനു. പിന്നെ വന്ന് നമ്മളെ എന്താ പറയുക, കുളി ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് അപ്പം റൈസ്ക ഓഫീസിലേക്ക് പോകാൻ റെഡി ആകുന്നുണ്ട്. ഞാനിതാ നേരെ കിച്ചണിലേക്ക്. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇത് രാവിലെ കുട്ടികൾക്ക് ഇഡ്ഡലിയാണ് റെഡിയാക്കി കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് മാവുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മളെ റാഗിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ദോശ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ആ ഒരു ഫെർമെൻറ്റ് ചെയ്ത ആ ഒരു മാവുള്ളതുകൊണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്താൽ ദോശ ചുടുന്ന സമയത്തും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ നമ്മളെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി, പച്ചമുളക് അല്ലെങ്കിൽ എന്താ പറയുക മല്ലിയില, ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഉള്ളി മാത്രം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഈ ദോശൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറി ഉണ്ട്, എന്നാലും ഞാൻ വിചാരിച്ച് പീനട്ട് ചട്നി ഉണ്ടാക്കാമെന്ന്. ഞാൻ അധികം ഉണ്ടാക്കലുണ്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവം കൂടിയല്ലേ. അപ്പോൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡിൽ നിന്ന് ദോശ റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ നിലക്കടല ഉണ്ടല്ലോ, അതൊന്ന് റോസ്റ്റ് ചെയ്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഒരു പച്ച ചുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ കുറച്ച് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന്. എന്തായാലും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ മുളകും പിന്നെ കറിവേപ്പില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലിട്ടിട്ട് ഞാനിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കും. പിന്നെ ദോശയിൽ ഞാൻ കുറച്ച് നെയ്യാക്കി കൊടുക്കും. നെയ്യ് നല്ലതാണെന്ന് കേട്ടിന്. അങ്ങനെ ഒരുപാടല്ല, കുറച്ച് കുട്ടിയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ ആക്കി കൊടുക്കലുണ്ട്. ഇപ്പം ഞാൻ നമ്മളെ നിലക്കടല ഇട്ട് കൊടുത്തിന്. അതുപോലെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് കേട്ടോ, പൊടിയാണെങ്കിലും ചേർക്കാം. ഞാനധികം ഇതുപോലെ വറ്റൽമുളകും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് വറക്കും. പിന്നെ 1-2 വെളുത്തുള്ളി, അതുപോലെ പുളി വേണം ചെറിയൊരു പീസ്, പിന്നെ കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. പിന്നെ വറവിടുക, ഇതാണ് സംഭവം.
നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. ഇത് ദോശേൻ്റെ കൂടെയെല്ലാം നല്ല ഈ ചെറിയ മധുരവും പുളിയും എരിവും എല്ലാം കൂടിയായിട്ട്. ഇതിന് മുന്നേ ഒരു കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടേനോ ഈ ഒരു ബൗൾ എവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ള, അതെവിടുന്നാണ് വാങ്ങിച്ചതെന്നൊന്ന് പറയുമോ എന്നുള്ള. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിന്, പക്ഷെ എന്നാലും എവിടുന്നാന്നുള്ള അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇത് നല്ല കേട്ടോ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ വാങ്ങിച്ച് നമ്മൾ ദുബായ് പോയ സമയത്ത് അവിടുന്ന് ഡേ ടു ഡേ ഉണ്ടല്ലോ അജ്മാനിലുള്ള. അപ്പം നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അവിടെ നമ്മളൊരു കസിനെ കാണാൻ പോയ സമയത്ത് അവർ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു ഡേ ടു ഡേയിൽ കയറിയതാട്ടോ. അപ്പം അവിടെ പോയപ്പോൾ അറിയാൻ പറ്റി അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പാണെന്നായിരുന്നു. ഒരു അത്യാവശ്യം വലിയ ഷോപ്പാണ്. അപ്പോൾ അങ്ങനെ വെറുതെ അതിൽ ഇങ്ങനെ നടന്ന സമയത്ത് കണ്ടിട്ട് അങ്ങനെ എടുത്തിയാ. അപ്പോൾ എടുത്ത ഇപ്പം നല്ലതാണോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. പിന്നെ ഇതിന് ലിഡ് അടക്കം വരുന്നതാണ്. ഇതിൻ്റെ തന്നെ എല്ലാം പേസ്റ്റൽ കളേഴ്സാട്ടോ വരുന്നത്. ഗ്രീൻ, പിന്നെ ബ്ലൂ, പിന്നെ ഈ കളറ്, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞാൻ ഈ കളർ എടുത്ത് അത്യാവശ്യം വലിയ സൈസിലുള്ള. പക്ഷേ ഇവിടെ വന്ന് യൂസ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു 2-3 എണ്ണം എടുക്കേനു. ഇവിടെയൊന്നും ഞാൻ ഇതേ മോഡൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഖത്തറിലുള്ള ആരെങ്കിലും ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ ഇതേ മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാട്ടോ. അങ്ങനെയാണെങ്കിൽ പോയി വാങ്ങിക്കാമല്ലോ. ഇനിയിപ്പം നോമ്പലല്ലേ വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ബൗളുകളുടെയൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങാമല്ലോ. പിന്നെ ക്വാളിറ്റി നോക്കുന്നതാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ചട്നി ഇതാ അരച്ചെടുത്തിനെ. ഇത് നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാവുക, അധികം ലൂസിലല്ല. പിന്നെ അതിലേക്ക് ഇതാ ഞാൻ വറവിട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിന്, കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മഴ പെയ്യുന്നുണ്ടോ എന്ന് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിലൊന്നും അങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു കഴിഞ്ഞ മാസം തോന്നുന്നുണ്ട് ചെറിയൊരു മഴ ഉണ്ടേനു, പക്ഷെ അന്നേരം നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല, രാത്രിയേനു. മഴ എപ്പോഴും കാണാൻ നല്ല രസമല്ലേ. വലിയ ഉപദ്രവകാരിയല്ലാത്ത മഴയാണെങ്കിൽ പ്രത്യേകിച്ച് ഇടിയും മിന്നലും ഒന്നും ഇല്ലാണ്ട് ചെറിയൊരു മഴ മാത്രമാകുമ്പം രസമല്ലേ. ഭയങ്കര അങ്ങനെ നമുക്ക് ഭയങ്കര കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ മഴക്കാർ വരും പോകുന്നല്ലാണ്ട് മഴ ഇതുവരെ പെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ സംഭവങ്ങളൊക്കെ ഇതാ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത്, അത് വെള്ളത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നെല്ലിക്കേൻ്റെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിലിട്ട നെല്ലിക്കയാണ്. അപ്പോൾ അതെല്ലാം ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാടും ഞാൻ അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നതിനു ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് താമസിക്കും. അപ്പം ഞാൻ വിചാരിച്ചെല്ലാം കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന മാത്രം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. 3 അടുപ്പിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നടുക്ക് ചോറ് റെഡിയാകുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെച്ചാൽ മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. മസാല എന്ന് പറയുമ്പോൾ ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ് മഷ്റൂം. അപ്പോൾ അവർ ഇപ്പോൾ തിക്കാണെങ്കിലും ഇതുപോലെ ഗ്രേവി ഉള്ളതാണെങ്കിലും എല്ലാം അവർ കഴിച്ചോളും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഷ്റൂം ഒന്ന് കുറച്ച് ബട്ടറിൽ കുറച്ച് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഗ്രേവി റെഡിയാക്കിയിട്ട് അതിലേക്ക് ഈ മഷ്റൂം ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത്. ഒരുപാട് മസാല ചേർക്കുന്നില്ല, അപ്പം ആ ഒരു മഷ്റൂമിൻ്റെ ഫ്ലേവറും എല്ലാം അങ്ങ് പോവും. ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും കുറച്ചിട്ട് കൊടുത്തിന്, ആവശ്യത്തിന് ഉപ്പും. ഈ മഷ്റൂം അവിടെ റെഡിയാട്ടെ. അപ്പോഴത്തേക്കും ഉപ്പേരീൻ്റെ സംഭവങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാം.
അപ്പോൾ ഇതാ മഷ്റൂമും ഏകദേശം റെഡി ആയിനെ. ഇനി അത് മാറ്റി അതിലേക്ക് വേണ്ട ഒരു ഗ്രേവി റെഡിയാക്കാനുണ്ട്. ഞാൻ തക്കാളിയും കാഷ്യൂനട്ടും കൂടെ ഒന്ന് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടൊന്നും കുറേ വേണ്ട കേട്ടോ, കുറച്ച്. ഫസ്റ്റ് തന്നെ ഞാൻ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ബേ ലീഫ് അങ്ങനെയുള്ള സ്പൈസസ്, ഇപ്പം ഗ്രാമ്പു ഒരു പീസ്, അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിനെ. അതിന് ശേഷം ഉള്ളിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ അരച്ച് വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് മസാല പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു പൊടീൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ അരച്ച് വെച്ച ആ ഒരു തക്കാളി കാഷ്യൂ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കറീൻ്റെ ഗ്രേവിയും കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്ര ഗ്രേവി റെഡിയാക്കി എടുക്കാം കേട്ടോ. മസാല പോലെയാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. ഇനിയിപ്പം അതൊന്ന് ആ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയിലും. ഞാൻ നെല്ലിക്കൻ്റെ ചമ്മന്തി ഇതുവരെ ആക്കിയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈം ആക്കുന്നത്. ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കുറേ മുന്നേ കണ്ട ആ ഒരു ഓർമ്മയിൽ ചെയ്യുന്ന. തേങ്ങ വേണം, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്. ഇതൊരു ഗ്രീൻ കളർ അങ്ങനെ ഉണ്ടാവാം. പിന്നെ നമ്മളെ നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക കേട്ടോ. ഇത് നേരത്തെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഉപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികവും ഇവർ പെട്ടെന്ന്, മെയിനായിട്ടും റൈസ്ക്കിയും ഫാത്തിമയും പെട്ടെന്ന് തിന്ന് തീർക്കും. എനിക്കിങ്ങനെ ചമ്മന്തി ആക്കാനുള്ള നെല്ലിക്ക ഉണ്ടാവില്ല അങ്ങനെയുള്ള. അപ്പോൾ ഇന്നിപ്പം ഒരു 4-5 നെല്ലിക്ക ഉണ്ടേനു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിനേനു ഈ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അത് അരച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നമ്മളെ മഷ്റൂമും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചമ്മന്തിയും കറിയെല്ലാം ഇത് ഏകദേശം റെഡി ആയിന്. അപ്പം ചമ്മന്തി ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുട്ടികളോട് റൈസ് ഖാനോടൊക്കെ ഇതിലെന്തെല്ലാം ഇട്ടേന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഈ നെല്ലിക്ക ഇടുന്നത് അത്ര നമ്മളങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമല്ലല്ലോ. പച്ചമാങ്ങ ഇട്ടിനോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത്യാവശ്യം പുളിയെല്ലാം ഉണ്ടീനു. അപ്പം അങ്ങനെ
നല്ല ടേസ്റ്റ് ഉണ്ടേനു, ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. ഇത് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വൈകുന്നേരം കേട്ടോ. ആയിഷാക്കും ദുവാക്കും സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, അപ്പോൾ ഞാനും അവരുടെ കൂടെ നിന്ന് പോയിട്ടുണ്ടേനു. ഒരു 45 മിനിറ്റ്സാണ് വരുന്നത്. കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് വീണ്ടും കൂട്ടാൻ പോയാൽ ഡബിൾ പണിയാണ്. അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഇവരെ ക്ലാസ് കഴിഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ തിരിച്ച് വരിക ചെയ്യൽ. ഇനിയിപ്പോൾ റേസ്ക്ക് വന്നിട്ടില്ല, മീറ്റിംഗ് ഉള്ളതുകൊണ്ട്. അപ്പം നമ്മളങ്ങനെ തിരിച്ച് വരുന്നത് ഊബറിലാട്ടോ. വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു വിശപ്പുണ്ടാവും. വെള്ളത്തിലെല്ലാം കളിച്ച് അങ്ങനെ വന്നതല്ല. അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ എന്താ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ ചീസും ഈ ഒരു സമൂസ ഷീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫാത്തിമാനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാൻ, എന്നാൽ വന്നാൽ ഇതുപോലെ പെട്ടെന്ന് ആക്കി കൊടുക്കാമല്ലോ. റെഡിയാക്കി വെക്കലും ഉണ്ട് കേട്ടോ. അതിപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുന്നെങ്കിൽ അങ്ങനെ ആക്കി വെക്കും. അപ്പോൾ ഞാൻ ഡീപ് ഫ്രൈ ചെയ്യലില്ല, ഷാലോ ഫ്രൈ ആക്കി എടുക്കൽ. പിന്നെ ഈ ഇപ്പോൾ ചീസ് വെക്കുന്ന പോലെ തന്നെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ പീസ് വെച്ചിട്ട് അങ്ങനെ ചോക്ലേറ്റ് സമൂസ ആക്കലുണ്ട്. അതും ഇവിടെ കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് അത് റെഡിയാക്കുമ്പോൾ ഞാൻ സൂപ്പിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇത് ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ചെയ്തതല്ല, അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, ഏതെങ്കിലും ഒരു വ്ളോഗിൽ. ഇപ്പം നല്ല തണുപ്പല്ലേ, സൂപ്പിൻ്റെ ഒരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം, വൈകുന്നേരം. അപ്പോൾ ഇന്നിപ്പോൾ ചായ വേണ്ട, സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എനിക്ക് റൈസ്ക്കാക്കും സൂപ്പാണ് റെഡിയാക്കിന്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാട്ടോ. പരിപ്പും പിന്നെ നമ്മളെ തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കുറച്ച്, പിന്നെ ക്യാരറ്റും ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, നന്നായിട്ട് അരക്കുക. അതിന് ശേഷം ഇതാ മല്ലിയിലയും പിന്നെ ചെറുനാരങ്ങയെല്ലാം ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതാണ് സംഭവം. ഇത് പക്ഷേ ഇങ്ങനെ ചൂടോടുകൂടി തന്നെ കുടിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റും ആ ഒരു സൂപ്പ് കുടിച്ച പോലെ ആവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.